വലുതാവും. സമയമെടുക്കും. സിറ്റിയിൽ എന്താ പരിപാടികളൊക്കെ എങ്ങനെയാ പോണ്? സിറ്റിയിൽ ഇപ്പം വൻ ദുരന്തമാണെന്നാ. ഒരു വണ്ടി മേടിച്ചെന്നാ പോയി, പൈസയും പോയി, വണ്ടി കിട്ടിയതും ഇല്ല. ശരി, വണ്ടിയൊക്കെ എത്ര വേണം നമുക്ക് മേടിക്കാം? എന്നെ വീട്ടിറക്കോ? എന്നെ ഇവിടെ വിട്ട കാര്യം ഞാനും നീയും അല്ലാതെ വേറെ സുനാമി. സുനാമിയാ? എവിടെ? എനിക്കൊരുമാതിരി വെള്ളം കണക്ക് തോന്നുന്നു. എന്നെ ഇവിടെ വിട്ട കാര്യം ഞാനും നീയും അല്ലാതെ ഒരാൾ പോലും അറിയരുത് കേട്ടാ. ഇല്ല നമ്മള് രണ്ടുപേരും മാത്രമേ. അണ്ണാ നമ്പർ ഫോണില്ല, ഫോൺ എടുത്തിട്ട് തരാം. ഓക്കെ, കാണാം. ഇവിടെ അധികം നേരം നിന്നത് സംശയാസ്പദം. പ്ലീസ് പിന്നെ അവര് വെടി വെക്കുവാണ്. കാലങ്ങൾക്ക് ശേഷം ഇതിനകത്ത് കേറിയ എന്തെങ്കിലും വേറെ പ്രശ്നമാവോ? എന്തോ പ്രശ്നമാണ്? എന്റെ അപ്പാപ്പന്റെ കൊറേ കാലത്തിന് ശേഷം ഇവിടെ കാല് വന്നത്. ഇവരെ ആരും വിളിക്കണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് ഇവരെ. നിങ്ങളെല്ലാം പോക്കോ, ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം. നിങ്ങളെല്ലാം പോക്കോ. എന്റെ അപ്പാപ്പനെ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. എന്റെ അപ്പാപ്പനെ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. ബാല, നീ മാത്രം എന്റെ കൂടെ വന്നേ ഇങ്ങോട്ട്. നീ ഇങ്ങോട്ട് വന്നേ. നാളെ RP മാനേജ് ചെയ്യാൻ ഒരാൾ വേണം. ബാക്കി എല്ലാവരും തിരിച്ചോട്ടെ, ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം. എനിക്ക് തരാൻ RP മാനേജ് ചെയ്യാനേ നാളെ ഒരാൾ വേണം. കാര്യങ്ങൾ വാ, എന്റെ കൂടെ ഒരാളൂടെ വേണം. വാ. അതല്ല, ഞാനും അതാ പറഞ്ഞ. അണ്ണനെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ട് കഴിഞ്ഞാലേ ഒന്നാമത് അണ്ണൻ ഫിറ്റാണ്. അണ്ണന് സംസാരിക്കാൻ അപ്പാപ്പന്റെ ഓർമ്മയ്ക്ക് ഒരു പാട്ട് പാടണ്ടേ? എനിക്ക് തരാൻ അപ്പാപ്പനുണ്ടോ കൂടെ ചിരിക്കുന്ന എന്റെ അപ്പാപ്പൻ. എനിക്കൊരപ്പാപ്പനിവിടെയുണ്ട്, എനിക്കൊരപ്പാപ്പനിവിടെയുണ്ട്. എന്റെ അപ്പാപ്പ എന്നെ വന്ന് കാണ്. അപ്പാപ്പൻ എന്ന് പറയുന്ന ഒരു തങ്കപ്പെട്ട മനുഷ്യൻ. ഞാൻ ആ പാവം പാപ്പന് എന്തോരം പറഞ്ഞിട്ടുണ്ടെന്നറിയാം. സത്യം, പാവം ഞാനൊരു ചെറ്റില്ലാണ്. ഞാൻ അതിലും വലിയ ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് കേട്ടാ. എല്ലാരും കിടന്ന് ഒരു ലോറിയിൽ ഒരുത്തൻ്റെ കൂടെ കയറി വന്നേക്കണ് KVയുടെ ഗ്യാങ് ഹൗസില്. എന്തോരം കഴപ്പുണ്ടെന്ന് നോക്കണേ. ഈ അപ്പാപ്പനെ നമ്മളിങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നടാ. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ആരുമില്ല, ഗ്യാപ്പിൽ കയറി കിടന്ന് ഉറങ്ങാവാ. സത്യ അതാണ് നമുക്ക് മറ്റേ കാർലോന്റെ റൂമാണ്. കാറിനോട് വേണ്ട, ഈ അപ്പാപ്പന്റെ റൂമിൽ കിടന്നാ മതി. അണ്ണന്റെ പഴയ അമ്മക്കുട്ടിയുടെ വീടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് അവർക്ക് എന്തെങ്കിലും മോശം തോന്നുന്നു നമ്മുടെ ഗ്യാങ് ഹൗസിൽ കയറിയതിന്?
അവർക്ക് എന്തോ മോശം തോന്നാൻ നമ്മുടെ അപ്പാപ്പന്റെ വീടല്ലേ അപ്പാപ്പ അതല്ലേ അപ്പാപ്പന്റെ സ്വന്തം ബാലനും സ്വന്തം വാസവും. അത്രയാ വാസുമോൻ എന്റെ മോൻ എന്നാ വിളിക്കുന്നത്. അസുമോൻ അതെ അസുമോനും ബാലൻ മോനും എന്നാ വലത്തേക്കാല് അപ്പാപ്പ. ഞാൻ ഇതൊരു വിളിക്ക് അപ്പാപ്പ. നമ്പർ ഉണ്ടോ നോക്കട്ടെ. ആദ്യം അടി പിന്നെ കൊണയടി. വാ തിരിച്ചിറങ്ങാം. തിരിച്ചിറങ്ങാം അവിടെ അടി വെച്ചിരിക്കണ്ട. ഇല്ല, ഞാനൊരു കാര്യം പറയാം. അവർക്ക് അങ്ങനെ ഒന്നും തോന്നൂല. നമ്മള് അലമ്പാനല്ലല്ലോ വന്ന് ഇവിടെ കിടന്ന് ഉറങ്ങുന്നു. നാളെ എണ്ണീറ്റ് അപ്പാപ്പനെ കാണുന്നു, തിരിച്ചു പോന്നു. വാ അവർക്ക് പോകാൻ നമ്മളെന്ത് വല്ല ബ്രീച്ച് ഒന്നും അല്ലല്ലോ ഇട്ടേക്കുന്നത്. വാ 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 ആദ്യമടി. അണ്ണൻ ഇവിടെ ഞാൻ ഒരു മീറ്റിംഗ് വിളിക്കട്ടെ. അതൊന്നും കാണിക്കരുത്. നമ്മൾ ഉറങ്ങാനാ പറഞ്ഞത്. നമ്മൾ ഉറങ്ങിട്ട് പോകുന്നു. ഞാൻ ഉറങ്ങാം. ഗുഡ് നൈറ്റ്. അണ്ണ ഇത് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇവിടെ റൂമില്ലേ? വീട്ടിനകത്ത് സ്വിമ്മിംഗ് പൂൾ അണ്ണ. ഇവിടെ നല്ല കൊറേ പയ്യന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ടിവിയിൽ നമ്മൾ ഫോട്ടോ വെച്ചേക്കണ പോലെ അവർക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ അവരെടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. നീ ആദ്യത്തെ റൂമിൽ കയറി, ഞാൻ രണ്ടാമത്തെ റൂമിൽ കിടക്കാം. അയ്യോ സുമതിയമ്മയുടെ മുറിയാ. അമ്മായി പൊന്നമ്മായി. ഞാൻ ഈ റൂമിൽ കയറി. ഇത് ബാൽക്കണി ആവശ്യമില്ലാത്തടത്തൊക്കെ ഡോറ് കൊണ്ട് വെച്ചിരിക്കുന്നു. വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നേ? ശിവ അവരോടൊന്നും പറഞ്ഞിട്ടില്ല. അടിച്ച് തല പൊളിക്കും കേട്ടല്ലോ. ഓക്കെ, ഞാൻ കിടക്കണം. ഇത് തന്നെ ബീച്ച് സൈഡ് റൂം. ഇത് ആരുടെ മുറിയാണ്? ഓക്കെ ഓക്കെ. ഗുഡ് നൈറ്റ്. സ്ലീപ്പ്. സ്ലീപ്പ്. സ്ലീപ്പില്ലേ? ഇത് ആരെങ്കിലും കണ്ടോണ്ട് പറഞ്ഞാൽ ലൈറ്റ് ഓഫ് ആയതുണ്ടോ? ഓക്കെ ബ്രൂസ് റൈറ്റ്. ബാല, ഞാൻ ഉറങ്ങണം. ഗുഡ് നൈറ്റ്. അണ്ണനാണോ ഇത്? നീ വാ, ഈ റൂമിൽ കിടക്കാം. നമുക്ക് ഒരുമിച്ച് കിടക്കാം. വാ ഇവിടെ വാ. അതാ ഇങ്ങനെ കിടന്നുള്ള ഗുണം എന്താന്ന് വെച്ചാല് എന്റെ മണ്ട കിടക്കല്ലേ. എനിക്ക് ഒന്നാമതെ പാള് വെക്കാൻ വന്നിരിക്കുക. എനിക്ക് ഇടയ്ക്ക് ബാത്റൂമിൽ പോണം. നമ്മള് രാവിലെ വന്ന് അപ്പാപ്പൻ വന്ന് 2 ബെഡ് കോഫി ഒക്കെ തന്ന് വിളിക്കും. അപ്പാപ്പ കാണുമ്പോ ആ ഒരു സ്നേഹം അപ്പാപ്പ നമ്മളുടെ അടുത്ത് കാണിക്കും. സത്യം. അമ്മായി ഇങ്ങനെ രാവിലെ കുളിച്ച് കുറിയൊക്കെ ഇട്ട് മോനേന്ന് വിളിക്കും. മോനേന്ന് വിളിച്ചിട്ടുണ്ട്. കാപ്പി എന്നെ ശല്യം ചെയ്യല്ലേ. പോണേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അണ്ണ. ഞാൻ ഇച്ചിരി കുറുക്കം പോലെ ഉണ്ടായിരുന്നു. എനിക്കും ഉണ്ട് ചെറുതായിട്ട് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ RP. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.